എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ പതിവ് പോലെ ഒരു ഹൈ ക്വാളിറ്റി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2019 വണ്ടിയുടെ വീഡിയോ ചെയ്തിരുന്നു. അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ വണ്ടി സോൾഡ് ആയി. അപ്പോൾ അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത്. ഇത് 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,16,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും വന്നിട്ടില്ലാത്ത ഒരു 4x2 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള ഫോർച്യൂണറാണ്. ഇതിന്റെ ഒരു സിംഗിൾ പീസിൽ മാത്രം റീപെയിന്റ് വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വാഹനത്തിന്റെ മുഴുവൻ ഓൾ അറൗണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫെൻഡർ തൊട്ട് ആ ഒരു ക്വാർട്ടർ പാനൽ വരെ ഒന്നിച്ചങ്ങ് പറയുകയാണ്. ഈ ഒരു ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല, ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഷോറൂം പീസ് വണ്ടിയാണ്. നമ്മൾ എടുക്കുക, ഡീസൽ അടിക്കുക, ഓടുക, ആ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഡെന്റുകളും സ്ക്രാച്ചുകളും ഒന്നുമില്ല, ഓൾ ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഡോറുകൾ തുറന്ന് അതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, ഇരുട്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഈ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. താഴെ വശത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുറകു വശത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പുറകു വശത്തേക്ക് വരുവാണെങ്കിൽ ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഡിക്കിയൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ടച്ചോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് തുറന്നിട്ട് ഇതിന്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ആദ്യം പറഞ്ഞു പോകാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നേരെ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ ഡോറിന്റെ മുകളിലേക്ക്, ഡിക്കിയുടെ മുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ചിട്ട് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി ഈ ഒരു വശം ഞാൻ ഒന്നിച്ചങ്ങ് പറയാം. അപ്പോൾ ഞാനൊരു ചെറിയ റീപെയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ കനത്തിലുള്ള റീപെയിന്റ് അല്ല, ഫുൾ പാർട്ടൊന്നുമില്ല. ഈ ഒരു ചെറിയ പോർഷൻ മാത്രം റീപെയിന്റ് വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലൊരു റീപെയിന്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് കല്ലടിച്ച പോലെ ഒരു പാടുണ്ട്, അതൊക്കെ ഉള്ളൂ. ഈ ഫ്രണ്ട് ഡോറിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ 1-2 ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട്. നമ്മൾ ഈച്ച് ആൻഡ് എവരി പോയിന്റും നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാതാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി ഈ ഒരു വീഡിയോ കണ്ടാൽ ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഡോറ് തുറന്ന് അതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഇവിടുത്തെ ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുൻവശത്തെ ഡോറിലേക്ക് പോകാം. ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ്, കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ ഇവിടെ വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളിലൊന്നും ഡാമേജ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മേളിലത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഡെന്റ് പോലെ കാണുന്നുണ്ട്. അതൊന്നും നമുക്ക് അറിയത്തില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടാലൊന്നും മനസ്സിലാകില്ല. വണ്ടിയുടെ ഇത്ര അടുത്ത് വന്ന് നിന്നാൽ പോലും അത് വളരെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ മുൻവശത്തേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിലോ ബമ്പറുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒന്നും വന്നിട്ടില്ല. വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് ഇത് ഓടിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്ന് ഇതിന്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്കിവിടെ ടൊയോട്ടയുടെ ബാഡ്ജിങ് കാണാം.
അതുപോലെ നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേളുവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഇനി ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ വയറിംഗ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ആകെ 1,16,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അതും നല്ല പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിരിക്കുന്ന ഒരു വാഹനമാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും ഗിയർ ഷിഫ്റ്റിൽ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. സസ്പെൻഷൻ വൈസ് ഒക്കെ നല്ല കണ്ടീഷനിലുള്ള വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഡാഷ്ബോർഡിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ ഇതാണ് 1,16,404. പിന്നെ പതിവ് പോലെ എല്ലാ വണ്ടികളിലും വരുന്ന പോലെ സ്റ്റിയറിങ്ങിൽ ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സീറ്റുകളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ട് സൈഡും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോ സെൻട്രൽ കൺസോളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകെ നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളും നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മാറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഏറ്റവും പുറകിലത്തെ സീറ്റ് മടക്കി വെച്ചിരിക്കുകയാണ്. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിലേക്ക് വരുവാണെങ്കിലും ടോപ്പിലും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നും ഇല്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് 4 പുതിയ ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ കിടക്കുന്ന 2 ടയറും മിഷലിൻ കമ്പനിയുടെ പുതിയ 2 ടയറുകളാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേന് മാക്സിസ് എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ 2 ടയറുകളാണ് പുറകിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകാം. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഒരു ആവറേജ് കട്ട ത്രെഡുള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,16,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 24,90,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ എന്നാണ് അവർ പറഞ്ഞത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വരുന്ന എല്ലാ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെയും ഫോട്ടോയും ഡീറ്റെയിലും ആദ്യം നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും കിടിലുള്ള ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലുമായിട്ട് അല്ലെങ്കിൽ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.